നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതാൻ ഇനി അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രമാണ്. LDFന്റെ പ്രചാരണം അവസാന ലാപ്പിലാണ്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് പരമാവധി വോട്ടർമാരെ ഈ അവസാന മണിക്കൂറുകളിൽ കാണുകയാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ നിലവിൽ കനത്ത മഴയിലെ ആവേശം? തോരാതെ മഴ പെയ്യുമ്പോഴും ഉള്ളിലെരിയുന്ന ആവേശത്തിന്റെ അഗ്നി കെട്ടുപോകാത്ത ഒരു ജനതയാണ് നിലമ്പൂരിലെമ്പാടും കാണാനാവുന്നത്. ആ ജനത ചരിത്രം സൃഷ്ടിക്കും. വലിയ വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു. എല്ലാം ഒടുവിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. ഇടതുപക്ഷം തുടരണമെന്ന്, ഇടതുപക്ഷം കൂടുതൽ ശക്തിപ്പെടണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം ഒരു വലിയ പരിധി വരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്. അത് ഓരോരുത്തരുടെയും അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ബോധ്യങ്ങളാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ അനുഭവം രൂപപ്പെടുത്തുന്നത്. SFIയുടെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയ സ്വരാജിന്റെ പ്രചാരണത്തിനായി SFIയും DYFIയും സജീവമായി ഇറങ്ങിയിരിക്കുകയാണ്. ഏത് നിലയിലാണ് ഈ ഒരു ആവേശം? എല്ലാവരും ഉണ്ട്. അതിന്റെ മുൻനിരയിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉണ്ട്. എല്ലാം ആഹ്ലാദം, ആവേശം. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി എം സ്വരാജും LDF നേതൃത്വവും പ്രകടിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിരന്തരം ഉയർന്നു വന്ന ദിനങ്ങളായിരുന്നു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഓരോ വിവാദങ്ങളും ഉയർത്തിക്കൊണ്ട് വന്നവർ തന്നെ അത് പിൻവലിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി. ഏറ്റവും അവസാന മണിക്കൂറുകളിൽ ഏറ്റവും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവനിര നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. A റഹീം ഉൾപ്പെടെ, ജെയ്സി തോമസ് ഉൾപ്പെടെ ഉള്ള എല്ലാവരും, ബിജിൻ ഉൾപ്പെടെ എല്ലാ യുവ നേതാക്കളും ഇന്നത്തെ പ്രചാരണ പരിപാടിയിൽ എന്തായാലും എത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഉറച്ചു പറയുന്നു സ്ഥാനാർത്ഥി എം സ്വരാജും LDF ക്യാമ്പും.